എൻ ഷംസുദ്ദീൻ എംഎൽഎയുടെ ഫ്ലക്സിന് നഗരസഭയുടെ പിഴ. യുഡിഎഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയാണ് എംഎൽഎക്ക് പിഴയിട്ടത്. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, ഷംസുദ്ദീൻ എംഎൽഎ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് ഉദ്ഘാടനത്തിന്റെ ഫ്ലക്സ് ബോർഡിനാണ് ഇത്തരത്തിൽ നഗരസഭയുടെ നോട്ടീസ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എങ്ങനെ? ആര്യ, തീർച്ചയായും മണ്ണാർക്കാട് നഗരസഭയാണ് എൻ ഷംസുദ്ദീൻ എംഎൽഎക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുസ്ഥലങ്ങളിൽ ഫ്ലക്സ് ബോർഡുകളോ മറ്റ് കൊടിതോരണങ്ങളൊന്നും വെക്കാൻ പാടില്ല. എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ടാണ് എൻ ഷംസുദ്ദീൻ എംഎൽഎയുടെ ഫ്ലക്സ് ബോർഡുകൾ നഗരസഭാ പരിധിയിൽ വെച്ചത് എന്നാണ് നിലവിൽ നഗരസഭ എൻ ഷംസുദ്ദീൻ എംഎൽഎക്ക് നോട്ടീസ് അയച്ചതിൽ പറയുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്ന മറ്റൊരു കാര്യം, ഈ ഫ്ലക്സ് വെച്ചത് 2 ഫ്ലക്സ് ബോർഡുകൾക്കാണ് നിലവിൽ നഗരസഭ പിഴ ചുമത്തിയിരിക്കുന്നത്. ഈ ഫ്ലക്സ് ബോർഡുകൾ കഴിഞ്ഞ ദിവസം തന്നെ നഗരസഭ എടുത്തു മാറ്റിയിട്ടുണ്ട്. നിലവിൽ നഗരസഭ കാര്യാലയത്തിൽ ഈ ഫ്ലക്സ് ബോർഡുകൾ ഉണ്ട്. എന്നാൽ ഈ അനധികൃതമായി പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച ഈ ഫ്ലക്സ് ബോർഡുകൾക്ക് 10,000 രൂപയാണ് നഗരസഭ പിഴയിട്ടിരിക്കുന്നത്. മാത്രമല്ല 7 ദിവസത്തിനകം ഈ പിഴത്തുക അടച്ചില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന കാര്യവും നഗരസഭാ സെക്രട്ടറിയുടെ നോട്ടീസിൽ പറയുന്നുണ്ട്. എൻ ഷംസുദ്ദീൻ എംഎൽഎയുടെ ഫ്ലക്സ് വെച്ച പരിപാടിയുടെ സംഘാടകനായ ഫൈസലിനാണ് നിലവിൽ നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് 7 ദിവസത്തിനകം പിഴ അടക്കണം എന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, UDF ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭ തന്നെയാണ് UDFിൻ്റെ MLA ആയിട്ടുള്ള എൻ ഷംസുദ്ദീന് പിഴ ചുമത്തിക്കൊണ്ട് നോട്ടീസ് നൽകിയത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കൗതുകകരം. ആര്യ, തീർച്ചയായും സച്ചിൻ, നഗരസഭയുടെ നോട്ടീസിന് പിന്നാലെ ഈ ഫ്ലക്സ് ബോർഡുകളെല്ലാം എടുത്തു മാറ്റിയോ? തീർച്ചയായും കഴിഞ്ഞ ദിവസം തന്നെ ഫ്ലക്സ് ബോർഡുകളെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാവാൻ കാരണം നഗരസഭയുടെ പല സ്ഥലങ്ങളിലും പല രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മറ്റ് സംഘടനകളൊക്കെ ഫ്ലക്സ് ബോർഡുകളും അതുപോലെ തന്നെ കൊടിതോരണങ്ങളൊക്കെ വെച്ചിരുന്നു. എന്നാൽ ഇതൊക്കെ നഗരസഭ എടുത്തു മാറ്റാൻ വേണ്ടി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇതൊക്കെ എടുത്തു മാറ്റണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോടും ഇത് വെച്ച സംഘടനകളോടൊക്കെ പറഞ്ഞിരുന്നു. അവരൊക്കെ കൃത്യമായി മാറ്റിയിരുന്നു. എന്നാൽ ഷംസുദ്ദീൻ MLAയുടെ ഫ്ലക്സ് ബോർഡ് മാത്രം മാറ്റിയില്ല. തുടർന്നാണ് നഗരസഭ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. 10,000 രൂപയാണ് നിലവിൽ പിഴ ചുമത്തിയിരിക്കുന്നത്. 7 ദിവസത്തിനകം പിഴ അടക്കണമെന്നാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. പിഴ അടച്ചില്ലെങ്കിൽ കേസടക്കം എടുത്തുകൊണ്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് നഗരസഭാ സെക്രട്ടറി എൻ ഷംസുദ്ദീൻ MLAയുടെ പരിപാടിയുടെ സംഘാടകനായ ഫൈസലിന് അയച്ച നോട്ടീസിൽ പറയുന്നത്. ആര്യ.